പോലീസ് അല്ലെങ്കിൽ ഒരു സെല്യൂട്ടൊക്കെ ആവാം. വേണ്ടായിരുന്നു. പോലീസ് ജീപ്പിൽ ചെന്നപ്പോ എല്ലാവർക്കും എന്തൊരു ബഹുമാനം. നിന്നോടാരാ ജീപ്പ് എടുക്കാൻ പറഞ്ഞു? പിന്നെ ജ്യൂസ് കുടിക്കാൻ നടന്നു പോകും. മേലിൽ ഇത് ആവർത്തിച്ച അടിച്ചതിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റിക്കളെ. എന്റെ ഷേപ്പാണോ മാറ്റാൻ പോന്നെ? അയ്യോ സർ, ഇവന്റെ ആണ് സർ. അല്ലെങ്കിലോ എന്റെ മുഖത്തിനൊരു ഷേപ്പും ഇല്ല, പിന്നെ താനായിട്ട് മാറ്റണോ? ആരാ? കൂട്ടുകാരൻ, ഫ്രണ്ടാ. ഫ്രണ്ടുക്കളാ? ഞാൻ പുറത്തു നിൽക്കുന്നതായിരിക്കും നല്ലതല്ലേ? തന്റെ അന്വേഷണം ഇടം വരെ എത്തി? സർ, ജസ്റ്റിസ് വിശ്വനാഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചയാൾ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആരുമാണ്. എന്താ തനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? രാത്രിയിൽ ആ വീടിനുള്ളിൽ വെച്ച് ഒരു അറ്റംപ്റ്റ് നടത്താൻ ശ്രമിച്ച സ്ഥിതിക്ക് ആ വീടിനെയും പരിസരത്തെയും കുറിച്ച് നന്നായി പഠിച്ചവർക്കേ അതിന് സാധിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് പ്രതി അറസ്റ്റ് ചെയ്യാനാ DGPയുടെ ഓർഡർ. പിന്നെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണം സർ. രാത്രിയിൽ സംശയാസ്പദമായി കാണുന്നവരെല്ലാം കസ്റ്റഡിയിൽ എടുക്കണം. ശരി സർ. നവട്ടെ സർ. ഹലോ, എന്താ ഇവിടെ? മാധവൻകുട്ടി ഇന്നലെ കൂത്താട്ട് പറമ്പിന്ന് വിളിച്ചായിരുന്നു. അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട, ഞാൻ മാധവൻകുട്ടിയുടെ കാര്യം പറഞ്ഞ. മാല മാല ഓർമ്മല്ലേ? ഇയാൾക്കെന്താ വട്ടുണ്ടോ? ശല്യം ചെയ്യാതെ പോയേ. അത്രയ്ക്ക് ശല്യമാണെങ്കിൽ അവൻ തന്ന മാല തിരിച്ചാ. ഇനി എന്നെ ശല്യം ചെയ്താൽ ഞാൻ ഉച്ച വെച്ച് ആളെ കൂട്ടും. ഓ, ആളെ കൂട്ടു. എന്നാ കൂട്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നാണോ മാനോ ഇല്ലാത്ത വർഗങ്ങളെ. വിജയ, നീ എന്തിവിടെ? വിജയനാ? സാറൊന്ന് വിളിയണം. സാറേ, എന്താ ഇവിടെ? ഞാൻ ATM-ൽ വന്നതാ. അപ്പോഴേ ഇയാള് പ്രത്യേകം പറയണം. എന്നാ പിന്നെ താഴെ ഇറക്ക്. കുട്ടി വയ്ക്കുള്ളൂ, ഞാൻ ഇവിടെ ഡീൽ ചെയ്തോളാം. കുറച്ച് സ്പേസ് കൊടുക്കും. ശരിക്കും ഡീല് നടന്നു. ബൈ, സീ യു. ആ സാധനം കൊണ്ടുവരൂ, താഴെ ഇറക്കി. നീ പോലീസിനെ വിട്ടിച്ചോടു അല്ലേടാ? വൈരാഗ്യം തീർക്കണല്ലേ? അതെ. നിനക്കെന്താടാ പെൺകുട്ടിയായിട്ട് ബന്ധം? ഓ, അത് മാധവൻകുട്ടി കെട്ടാൻ പോകുന്ന പെണ്ണാ. മാധവൻകുട്ടി കെട്ടാൻ പോകുന്ന പെണ്ണോ? ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. SI വിജയനോട് കളി വേണ്ട പറഞ്ഞേക്കാം. അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. ഇനി ആ കുട്ടി അങ്ങനെ ഉപദ്രവിച്ച ഒന്ന് കുനിഞ്ഞു. ഇത് വെറും സാമ്പിൾ. അപ്പൊ വരും. വീട്ടിൽ പോടാമോ? കളിച്ചാൽ കളിപ്പട്ടി. ഞാൻ പോവാ വീട്ടിലേക്കല്ല, മാധവൻകുട്ടിയുടെ അടുത്തേക്ക്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് തിരിച്ചു വരും. സാറേ, പോരാ. കാർ ഇടിച്ചതുമില്ല. ചേട്ടാ, ഒന്ന് വഴി തന്നെ, ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഒന്ന് മറിഞ്ഞേക്കൂ. നല്ല അനുസരണയുണ്ട്. നല്ല സ്ഥലം, നല്ല ആളുകൾ. കാശുണ്ടായിരുന്നെങ്കിൽ 10 സെന്റ് വസ്തു വാങ്ങാമായിരുന്നു. തൽക്കാലം ഒരു മോരും വെള്ളം വാങ്ങി കുടിക്കാം. അയ്യോ, എന്റെ നെഞ്ചും കൂടെ. ഇതെന്തോന്ന് സഹ്യപർവ്വതോ? ഹലോ, അല്ലേ? അതെ, എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അയ്യോ, എല്ലാരും കൊള്ളാം, ഒന്നിനൊന്ന് വെച്ച്. ചേട്ടാ, വെറുതെ വിടിയോ? പാവമല്ലേ, എന്തിനാ സുഹൃത്തിനെ ഉപദ്രവിക്കുന്നത്? ഞാൻ പറയുന്ന കേൾക്കൂ. കറക്റ്റ് നെഞ്ചിന്റെ പ്ലേഹ. നെഞ്ചും കൂടും. ഓക്കെ. അയ്യോ, 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 അയ്യോ. ഒരു സോഡ. നമ്മൾ ഈ നാട്ടുകാരനല്ലേ? അല്ല. അതെ, ഈ നാട്ടിൽ ആദ്യമായിട്ട് വരുന്നവരെയൊക്കെ ഇങ്ങനെ തന്നെയാണോ സ്വീകരിക്കാറ്? അങ്ങനെയൊന്നുമില്ല. തന്റെ നല്ല സമയം അതുകൊണ്ടല്ലേ പോത്തിന്റെ തന്നെ ചെന്ന് വിട്ടത്. ഇവിടെ പോലീസുകാർ ആരും ഇല്ലേ? പിന്നെ ആരെങ്കിലും ഒന്ന് ചത്തു മലച്ച എത്തിയോക്കിട്ടു. ബെസ്റ്റ് പ്ലേസ്. ചേട്ടാ, 2 ബോംബ്. നാടനോ അതോ മറ്റോനോ? പറ്റോ മതി. സ്കൂളിലെന്താ ഇന്ന് പ്രത്യേകിച്ച്? ഒന്നുമില്ല, ക്ലാസ് ടീച്ചറിനെ ക്ലാസ്സിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. രണ്ടിനൊന്നും അറിയണമല്ലോ അല്ലേ? പിന്നെ
എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം. ബോംബിന് ബോംബ്, അടിക്കടി. ഇവിടുത്തെ നാട്ടുകാരെല്ലാം കളരി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരടി പോലും മിസ്സായില്ല. കംപ്ലീറ്റ് മർമ്മത്തിനിട്ട് തന്നെ കൊണ്ടു. അതിൽ പോത്തെന്ന് പറയുന്നവൻ ആള് കണക്ക് മാഷാന്ന് തോന്നുന്നു. എങ്ങനെ മനസ്സിലായി? കണ്ടില്ലേ, കണക്കിന്റെ എംബ്ലം പോലെ ഇടിച്ചു വച്ചിരിക്കുന്നത്. ഭാഗ്യത്തിന് അവന്റെ ഇടി മനസ്സിന്ന് ചെവിന്നും മായുന്നേയില്ല. ദൈവസഹായം കൊണ്ട് എന്റെ പാർക്ക് ലൈറ്റിന് മാത്രം ഒരു കുഴപ്പം ഉണ്ടായില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഇവിടെ എങ്ങനെ പിടിച്ചേക്കണേന്ന്? നീ പറഞ്ഞ പോത്തിന് ഈ സ്റ്റേഷനിൽ 30 കേസുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കേസിന് പിടിച്ച അപ്പ മോളിന്ന് വിളി വരും. ആരുടെ? ഈശ്വരന്റെ? അല്ല, എന്റെ അച്ഛന്റെ. എടാ, പാർട്ടി സെക്രട്ടറിയോ അല്ലെ പ്രസിഡന്റോ? അതൊക്കെ പോട്ടെ, നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എവിടേക്ക്? എവിടേക്കെന്നാ? എടാ, അപ്പൊ ഞാൻ ഇത്രയും നേരം കുണുകുണുകുണുകുണാന്ന് പറഞ്ഞ ഒന്നും നിനക്ക് മനസ്സിലായില്ലേ? എടാ, എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയില്ലെങ്കിലേ അവൻ ആ പെണ്ണിനെയും കൊണ്ട് പോവും. എന്തോ കൈവശം കൊടുത്ത ആ പെണ്ണിനെ അവൻ മയക്കെടുത്തിരിക്കുക. ഇപ്പൊ നീ കൊടുത്ത മാല പോലെ അവൾക്ക് ഓർമ്മയില്ല. അത് മാത്രമല്ല, ഞാൻ അവളോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചതിന് ആ പന്നി എന്റെ മുതുക കയറിയിരുന്ന അടുപ്പം കൂട്ടി പൊങ്കാലട്ടാ. വേണ്ട. നീ വിചാരിച്ച പോലല്ല ഇവിടുത്തെ കാര്യങ്ങള്. പെട്ടെന്നൊരു ലോങ് ലീവ് കിട്ടുന്ന എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അപ്പൊ അവളെ നിനക്ക് കിട്ടുമെന്ന് എനിക്കും പ്രതീക്ഷയില്ല. തിന്നില്ലെങ്കിലും തീറ്റിപ്പിക്കില്ലേ? എനിക്ക് കിട്ടില്ലെങ്കിലും അവന് വിട്ടുകൊടുക്കില്ല. നീ വിട്ടുകൊടുക്കണ്ട, അവൻ എടുത്തോളും. ആ മാംസപ്പെട്ടത്തേക്ക് കൊണ്ടുവന്നേ. സാർ, ദാ, 500 റുപ്യുണ്ട്. പുറത്തു പോയി 2 പരിപ്പടും ചായയും വാങ്ങിച്ചിട്ട് പോയോ? ആ, അതന്നെ, പോയിക്കോളൂ. എന്റെ പൊന്നു സാറെ, വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിടിച്ച് പെട്ടിയോട്ടയിൽ കൊണ്ടുവന്ന പ്രതിയാ. നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാ. അവൻ മുങ്ങിയ നമ്മുടെ തൊപ്പി തെറിക്കും. മുങ്ങോ? സാറിന്റെ പണി പോയത് തന്നെ. വാ. സസ്പെൻഷൻ. മാധവൻ കുട്ടി അവിടെ അയ്യോ. എക്സ്ക്യൂസ് മീ സർ, ഹിമാലയ പർവ്വതം ഇങ്ങോട്ട് മാറ്റിയോ? അറിയില്ലല്ലേ? ഞാൻ ചോദിച്ചിട്ട് വരാം. എന്തായി? നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ? സസ്പെൻഷൻ ഉറപ്പായി. 4 കൊലക്കേസിലെ പ്രതിനെ ഞാൻ പരിപ്പട വാങ്ങിക്കാൻ പറഞ്ഞയച്ചേക്കണേ. ഞാൻ കണ്ടുപോകുന്നത് നിന്റെ ബുദ്ധിമാരും തന്നെ. മാധവൻ കുട്ടി അവൻ എപ്പോ മുങ്ങിയെന്ന് ചോദിച്ചോ മതി. അതാടാ മാമ്പള്ളി മാധവൻകുട്ടി. സമ്മതിച്ച്. സാർ, പരിപ്പൂടെ കിട്ടിയില്ല സാർ. പഴംപൊരി കിട്ടിയിട്ടുണ്ട് സാർ. ഇവിടെ വെക്കട്ടെ സാർ? ബാക്കി കാശ് സാർ, ഞാൻ അകത്തോട്ട്. അയ്യോടി, പരമ കഷ്ടം. ഇവൻ കൊലക്കേസ് പ്രതിയൊന്നും അല്ല മാധവൻകുട്ടി, വല്ല കോഴി അടിച്ചോണ്ട് പോയ കേസിലെ പ്രതിയായിരിക്കും. ഇനി ഒരൊറ്റ മാർഗേ ഉള്ളൂ. ആ പോത്ത് വഴിയിൽ നിന്ന് മേയുന്നുണ്ടാവും. അവനേതോ രാഷ്ട്രീയ പാർട്ടിയുടെ ആളെന്നല്ലേ പറഞ്ഞത്? അവന്റെ കൂമ്പ് നോക്കി നീ 2 താങ്ങ് താങ്ങിയാൽ നിനക്ക് സസ്പെൻഷൻ ഉറപ്പാ. ഇത് പോലീസ് ബുദ്ധിയല്ല, രമേശന്റെ ബുദ്ധിയാ. ഇതേടെ അവിടെ ഒരു ബഹളം. അതവനെ ലോക്കപ്പിലേക്ക് തള്ളി കയറ്റണതാ. അയ്യാ, സാരമില്ല, വാഴയ്ക്കൊപ്പം തിന്നാ. എന്തൊരു ചൂട്.